യോഗ ചെയ്താൽ മൈൻഡ് കൺട്രോൾ കിട്ടും, യോഗ ചെയ്താൽ കോൺസെൻട്രേഷൻ കൂടും, സ്ട്രെസ്സ് കുറയും, കോർട്ടിസോൾ ഹോർമോണിനെ, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന് പിന്നിലുള്ള സയൻസ് എന്താണ്? അങ്ങനെ നിങ്ങൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ദാറ്റ് ഈസ് വാട്ട് ഈസ് വി ആർ ഡിസ്കസിങ് ടുഡേ. ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിട്ട് നമ്മൾ ജൂൺ 21 ആണ് ആചരിക്കുന്നത്. അന്ന് മാത്രമാണ് ബേസിക്കലി ഞാൻ യോഗ ചെയ്തത്. പിന്നെ അടുത്ത 3 ദിവസമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ അപ്പോഴേ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇൻ്റർനാഷണൽ യോഗ ഡേ ഇവിടെ നിൽക്കട്ടെ. യോഗ ചെയ്താൽ സ്ട്രെസ് കുറയും, മൈൻഡ് കാം ആവും, കോർട്ടിസോൾ അതായത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. യോഗയ്ക്ക് ഭയങ്കരമായ പ്രൊമോഷൻസ് സംഭവിക്കുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ സത്യം, അല്ലെങ്കിൽ ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രെയിൻ എല്ലായ്പ്പോഴും നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ്, ബ്രീത്തിങ്, മസിൽ ടെൻഷൻ, ഹാർട്ട് ബീറ്റ്, നമുക്കുണ്ടാകുന്ന പെയിൻ, അപ്പോൾ ഒരു ഇമ്പൾസ് ന്യൂറോൺസ് ആക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം എപ്പോഴും ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ സമയത്ത് നമ്മളുടെ ബ്രെയിൻ യോഗ ചെയ്യുന്ന സമയത്ത് മൂവ്മെൻറ്റ്, ബ്രീത്ത് കൺട്രോൾ ആൻഡ് സ്ട്രെച്ചിങ് ഒരുമിച്ച് നടക്കുന്നു. അതായത് ഒരു കോമ്പിനേഷനാണ് എപ്പോഴും ബ്രെയിനിലേക്ക് ഇമ്പൾസായിട്ട് ചെല്ലുന്നത്. ഇത് നമ്മുടെ ബോഡി ആക്ച്വലി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇമ്പൾസ് സിസ്റ്റം ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ആ സമയത്ത് അല്ലെങ്കിൽ ചെയ്ത ശേഷം നമുക്ക് കോൺസെൻട്രേഷൻ പവർ കൂടുന്നത്. നമുക്ക് ഫൈറ്റ് മോഡിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ഓർ ഡേഞ്ചർ സംഭവിക്കുമ്പോൾ ഉള്ള സമയത്ത് നമ്മുടെ ബ്രെയിൻ പെട്ടെന്നൊരു ഇമ്പൾസീവ് സിസ്റ്റം എടുക്കും. അതായത് കണ്ണിലേക്ക് ഞാൻ കുത്താൻ വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണ് ഞാൻ അടയ്ക്കും. നമുക്ക് കുറച്ച് ദൂരേന്ന് ചൂട് ഫീൽ ചെയ്ത് വലുതായി വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറും. അത് നമുക്ക് ബ്രെയിൻ തരുന്ന ഇമ്പൾസീവ് സിസ്റ്റമാണ്. പക്ഷേ എല്ലായ്പ്പോഴും ബ്രെയിൻ ഇങ്ങനെ ഇമ്പൾസീവായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ബോഡിക്കോ നമ്മളുടെ മൈൻഡിനോ നല്ലതല്ല. അപ്പോൾ എന്താ ഇതിന് വേണ്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്നാണ് ഇതിനെ പറയുന്നത്. ഇങ്ങനെയുള്ള ഫൈറ്റ് സിറ്റുവേഷനിൽ അല്ലെ ഫിയർ ആൻഡ് ത്രെറ്റ് സിറ്റുവേഷൻസിൽ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റമാണ് ആക്ടിവേറ്റ് ആവുന്നത്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എല്ലായ്പ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് ഓരോ മൂവ്മെൻറ്റിന് ശേഷവും റിലാക്സ്ഡ് മോഡിലേക്ക് യോഗ പോകുന്നത്, ഇല്ലേ? ഓരോ ആസനാസിന് ശേഷവും നമ്മൾ ശവാസനത്തിൽ കിടക്കും, ഇല്ലേ? ശവാസനത്തിൽ കിടന്നിട്ട് റിലാക്സ് ചെയ്യും. എന്നിട്ടാണ് അടുത്ത നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആ ഫൈറ്റ് മോഡിൽ നമ്മളുടെ ബ്രെയിനിനെ നമ്മൾ റെപ്പറ്റീഷൻ കൊടുത്തിട്ട് പ്രിപ്പയർഡ് ആക്കുക മാത്രമല്ല, ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡു ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് റിലാക്സ്ഡ് മോഡ് ടു. എന്നാൽ മാത്രമേ നമുക്കൊരു സ്റ്റേബിൾ കണ്ടീഷൻ, നമുക്ക് ഇന്നും നാളെ ഒന്നുമല്ല, ഞാൻ പുറത്തിരുന്നാണ് വീഡിയോ എടുക്കുന്നത്, ദാറ്റ്സ് വൈ. അപ്പോൾ ഇങ്ങനെ മാത്രമല്ല നമുക്ക് വേണ്ടിയത്, നമുക്ക് 100 വർഷം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പം റിലാക്സ്ഡ് മോഡ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ യോഗ പോസ്റ്റേഴ്സ്. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത് എന്ന് കരുതി അതെല്ലാം ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നമ്മളുടെ ബോഡിക്ക് അത്ര നല്ലതല്ല എന്ന് കരുതി അതൊരു ബാഡ് ഹോർമോൺ അല്ല. കാരണം ഈ പറയുന്ന പോലെ ഇമ്പൾസീവ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കോർട്ടിസോൾ ഭയമുണ്ടാകുന്നതും റെസിസ്റ്റീവ് പവർ നമ്മളിൽ ഉണ്ടാകുന്നതും നമ്മളുടെ ശരീരത്തിന് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ അത് പ്രോബ്ലം ഈസ് നമ്മൾ കോർട്ടിസോൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടിയ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെഗുലേറ്റ് ചെയ്യുവാണ് യോഗ ചെയ്യുന്നത്. റിലാക്സ്ഡ് മോഡിൽ കൂടെ നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ റെഗുലേറ്റ് ചെയ്യാനും ലൈഫ് മുൻപോട്ട് പോകുവാനും, അതുകൊണ്ടാണ് യോഗ കൺട്രോൾസ് യുവർ സ്ട്രെസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിനെ ഫൈറ്റ് റെസിസ്റ്റൻസ് അല്ലെ ത്രെറ്റ് റെസിസ്റ്റൻസ് ഹോർമോണിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്. ശ്വാസത്തിൻ്റെ പവർ, അതായത് നമ്മളുടെ ശ്വാസത്തിന് ഒരു പവറുണ്ട്. അതിലേക്ക് മാത്രം ശ്രദ്ധിച്ച് നോക്കൂ, എത്ര റിലാക്സ്ഡ് ആണെന്ന് നമ്മൾക്ക് മനസ്സിലാവും. ഓരോ ബ്രീത്തും നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ ഡേ ടു ഡേ 10,000 ബ്രീത്ത്സ് ആണോ എടുക്കുന്നത്, ലാക്സ് ഓഫ് ബ്രീത്ത് ആണോ എടുക്കുന്നത് അറിയില്ല. പക്ഷേ യോഗ ചെയ്യുന്ന അപ്പോസിഷനിൽ നമ്മൾ എത്ര ബ്രീത്ത് എടുക്കുന്നുണ്ട് നമുക്ക് നല്ല കാൽക്കുലേഷനുണ്ട്. ഓരോ ആസനാസിലും എത്ര വട്ടം ബ്രീത്ത് എടുക്കണമെന്നും എത്ര വട്ടം എക്സൈൽ ചെയ്യണമെന്നും നമുക്ക് വ്യക്തമായ ഒരു 10 വട്ടം ഒരു ആസനം ചെയ്യണമെങ്കിൽ
1 ഇൻഹേൽ ആൻഡ് 1 എക്സെയിൽ. നമ്മളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, നമ്മുടെ ലങ്സിൻ്റെ പവർ കൂടും. അതായത് ഓരോ ബ്രീത്തിന് ഇൻ ആൻഡ് ഔട്ടിനുള്ള ടേക്കിനിടയ്ക്കാണ് നമ്മുടെ ഡൈജഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ആവുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മൈൻഡിൻ്റെ അറിവോടാണ് നടക്കുന്നത്. നമ്മൾ ഡെയിലി ഭക്ഷണം കഴിക്കുന്നു, ഞാനാണെങ്കിൽ ഓഫീസിൽ പോകാൻ ഓടുന്നു, ഓഫീസിൽ ഇതാവുന്നു, എപ്പോഴും വയറ്റിനകത്ത് ഒരാളിൽ കേൾക്കുമ്പോഴാണ് ഇറ്റ്സ് നിയർ ടു 1 o'clock എന്ന് മനസ്സിലാവുന്നത്. പക്ഷേ നമ്മൾ യോഗ ചെയ്യാനിരിക്കുന്ന ഹാഫ് ആൻ അവർ അല്ലെ 1 hour എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഫീൽ ചെയ്യുകയാണ് നമ്മുടെ ഡൈജഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ മൈൻഡിന് പവർ കൂടുന്നുണ്ട്, നമ്മുടെ ലങ്സിന് പവർ കൂടുന്നുണ്ട്, 100 വയസ്സ് വരെ ജീവിക്കാൻ ഞാൻ ഏബിളാണ്. ഇനി എൻ്റെ ദേഹത്ത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ അത് എന്നിൽ നിന്ന് പോകട്ടെ എന്ന് ഞാനങ്ങ് മാനിഫെസ്റ്റ് ചെയ്യുകയല്ല, ഞാനങ്ങ് ആഗ്രഹിച്ചു പോവുകയാണ്. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ വർക്ക് പ്രഷറുണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ചുരുക്കം ആൾക്കാരെ കാണത്തുള്ളൂ. ഇതിലേതെങ്കിലും ഒന്നില്ലാത്ത ആരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുട്ടികളെ പറ്റി നമ്മൾ ആങ്സൈറ്റി ആണ്, നമ്മുടെ പ്രായമായ പേരൻസിനെ പറ്റി നമ്മൾ ആങ്സൈറ്റിയിലാണ്, നമ്മുടെ പാർട്ട്ണറിനെ പറ്റി അല്ലെ. എല്ലായ്പ്പോഴും പാർട്ട്ണറിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിൽ നമ്മളാരും സാറ്റിസ്ഫൈഡ് അല്ല, നമ്മളെല്ലായ്പ്പോഴും പോസസീവാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന കെയർ മതിയാവുന്നുണ്ടോ, അവരിൽ നിന്നും കിട്ടുന്ന കെയർ, അവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്തെങ്കിലും നെഗറ്റീവായി കഴിഞ്ഞാൽ അത് നമുക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ വി ആർ ഓൾവേസ് ഇൻ ദി ഇമോഷണൽ സ്ട്രഗിൾസ്. ആക്ച്വലി ഈ ഇമോഷണൽ സ്ട്രഗിൾസിൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും വരാനിരിക്കുന്ന ഫ്യൂച്ചറിനെ നമ്മൾ പേടിയോടെ കാണുകയും ചെയ്യും. റൈറ്റ്? ഞാൻ അങ്ങനെയാണ്, ഓൾമോസ്റ്റ് ഞാൻ സംസാരിച്ചിട്ടുള്ള എല്ലാവരും അങ്ങനെയാണ്. വൺസ് യു സ്റ്റാർട്ടഡ് ടു പ്രാക്ടീസ് യോഗ, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? കഴിഞ്ഞു പോയതിനെ ഒന്നിനെയും നമുക്ക് തിരുത്താൻ കഴിയില്ല. ഫ്യൂച്ചർ ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്താലും വരിക തന്നെ ചെയ്യും. ഞാൻ ഈ മൊമെൻറ്റിൽ എൻ്റെ ബ്രീത്തിൽ ശ്രദ്ധിച്ച്, എൻ്റെ ശരീരത്തിൽ ശ്രദ്ധിച്ച്, എനിക്ക് ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ, എനിക്ക് ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ എൻ്റെ ചുറ്റും നിൽക്കുന്നവരെ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ചുറ്റും നിൽക്കുന്നവരെ, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരെ എനിക്ക് കൺസിഡർ ചെയ്യാൻ കൂടെ കഴിയത്തുള്ളൂ. ഞാൻ മാനസിക ആരോഗ്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ചുറ്റും നിൽക്കുന്നവർ ഞാൻ സഫർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സഫർ ചെയ്യും. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ ടേക്ക് കെയർ ചെയ്ത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫ് കെയർ മോഡ്. അപ്പോൾ യോഗ ഇസ് ദ ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ ദ സെൽഫ് കെയർ. നിങ്ങളുടെ മൈൻഡിനും ശരീരത്തിനും വേണ്ടുന്ന ബെസ്റ്റ് പ്രാക്ടീസ് എല്ലായ്പ്പോഴും യോഗയിലൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതിനെപ്പറ്റി കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ നടക്കുന്നുണ്ട്. അതായത് ഈ ശീർഷാസനത്തിലൊക്കെ നമ്മുടെ ഇമ്പ്യൂർ ബ്ലഡ് തലയിലേക്ക് പമ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിബേറ്റ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെപ്പറ്റി സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ ശീർഷാസനം പോലുള്ള ആസനം ചെയ്യാൻ മാത്രമുള്ളൊരു യോഗിയായിട്ടുമില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന പ്രാക്ടീസസിൽ ഞാൻ 101% തൃപ്തയാണ്, സാറ്റിസ്ഫൈഡാണ്. അതായത് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ബെസ്റ്റ് പ്രാക്ടീഷണർ ഓഫ് യോഗ, ഇപ്പോൾ മൈസൂരിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവിടുത്തെ ഏതൊക്കെ യോഗിയുടെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പുള്ളിക്കാരത്തി ശീർഷാസനമൊക്കെ ചെയ്യും. അപ്പോൾ എന്താ പറയുക, പുള്ളിക്കാരത്തി ഒരു മോട്ടിവേഷൻ ഗുരുവാണ് ശരിക്കും എൻ്റെ. എപ്പോഴെങ്കിലുമൊക്കെ യോഗ ചെയ്യാൻ ഉള്ള, ഞാൻ പറഞ്ഞല്ലോ ജൂണിന് ശേഷം ഞാൻ പിന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു 1 week ആയിട്ടില്ല, 3-4 days ആയിട്ടുള്ളൂ. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു ദിവസം പോലും വിട്ടുപോകാതെ ചെയ്യുന്നുണ്ട്. പ്രസൻ്റ്ലി ഈ മൊമെൻറ്റിലാണ്. കഴിഞ്ഞു പോയ ഒന്നിനോടും പുള്ളിക്കാരത്തേക്ക് റിഗ്രറ്റ് ഇല്ല. ഫ്യൂച്ചറിനെ പറ്റി ലീസ്റ്റ് ബോധേഡാണ്. ഞാൻ പക്ഷേ അവളുടെ ഫ്യൂച്ചറിനെ പറ്റിയും കൂടെ ചിലപ്പോൾ കോൺഷ്യസ് ആവാറുണ്ട്. പക്ഷേ ഷീ ഈസ് ഹാപ്പി അബൌട്ട് ദാറ്റ്. നമ്മളിങ്ങനെ പറന്ന് നടക്കും. സ്ലീപ്പിംഗ് ഒരു വലിയ പ്രശ്നമാണ്. ഉച്ചയ്ക്കൊരു നാപ്പ് എടുക്കുന്നത് മോശമാണെന്നാണ് ഞാൻ പണ്ട് കരുതിയിരുന്നത്. പക്ഷേ പ്രായം കുറച്ച് കൂടി വരുമ്പോൾ ഉച്ചയ്ക്കൊരു നാപ്പ് അത്യാവശ്യമായിട്ട് വരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫീസും വർക്കും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് എൻ്റേതായ ഹൗസ് കോഴ്സൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങി വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു നാപ്പൊക്കെ എനിക്ക് അത്യാവശ്യമാണ്. ഒരു യോഗ ചെയ്യുന്ന യോഗിക്ക് കറക്റ്റായിട്ട് അവർ തീരുമാനിക്കുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റും. യോഗ ചെയ്യുന്ന യോഗീസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് പ്ലീസ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാക്റ്റ് 9:30 നിങ്ങൾ ഫിക്സ് ചെയ്തേക്കെങ്കിൽ 9:30, 10:30 ആണെങ്കിൽ 10:30 നിങ്ങൾക്ക് ഫിക്സ് ചെയ്യുന്ന ടൈമിൽ ഒരു 6 to 7 hours കറക്റ്റായിട്ട് സ്ലീപ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കൊരു നാപ്പ് പ്രിഫർ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് പറ്റാറില്ല. പക്ഷേ സൺഡേ ഓർ സാറ്റർഡേ ഞാൻ ഡെഫിനറ്റ്ലി, കാരണം ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാഡ് ഫാറ്റൊക്കെ നമുക്ക് ഫിറ്റഡ് ആവും ബോഡിയിലെന്ന് പറയുന്നു. പക്ഷേ ഐ നെവർ ഫീൽ ലൈക്ക് ദാറ്റ്. അപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് വേണ്ടപ്പോൾ എക്സാക്റ്റ് സ്ലീപ്പ് കൊടുക്കുക. ഒരു ദിവസം 10ൽ കൂടുതൽ അവേഴ്സ് നിങ്ങൾ ഉറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 10 മണിക്കൂർ വരെ, 9-10 വരെയൊക്കെ ചില ബോഡി ടൈപ്പിനനുസരിച്ച് വരും. പക്ഷേ 10 കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്രഷനിലാണ്. അതും കൂടെ അത് കൺസിഡർ ചെയ്യുക. ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ സ്ലീപ്പ് അവേഴ്സ് വാച്ച് ചെയ്ത ശേഷം
ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അതൊരു വലിയ മാരകമായ പ്രശ്നമാണ് ഉറക്കം കൂടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ടേക്ക് കെയർ ചെയ്യുക. സ്ലീപ്പിന് ഒരു നല്ല മെഡിസിനാണ് യോഗ എന്ന് പറയുന്നത്. പിന്നെ കിടക്കുന്നതിന് മുന്നേ ഞാൻ 1-2 ആസനാസൊക്കെ എടുത്തിട്ടാണ് കിടക്കാറുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ എക്സാക്ട്ലി കണ്ട ശേഷം, കൺസൾട്ടേഷൻ ചെയ്ത ശേഷം മാത്രം ബെഡ് ടൈമിന് മുന്നേ ഉള്ള ആസനാസ് എടുക്കുക. എല്ലാവർക്കും അത് നന്നായിന്ന് വരില്ല. അപ്പോൾ അറ്റൻഷൻ, ജോലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അറ്റൻഷൻ എന്ന് പറയുന്ന എല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. എവരി ലൈഫ് ഈസ് എ സ്ട്രഗിൾ, എവരി ഡേ ഈസ് എ സ്ട്രഗിൾ, എവരി ഇയർ ഈസ് എ സ്ട്രഗിൾ. കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ഇവിടെ വരെ എത്ര അപ്ഗ്രേഡ് ചെയ്തു എന്ന് നമ്മളെല്ലാവരോടും ചോദിക്കണം. അത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ 3 മന്ത്സിലും ചോദിക്കണം. എൻ്റെ ശരീരം എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ശരീരം അല്ലെങ്കിൽ ഞാൻ എന്തെല്ലാം പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടാണോ അതോ ഞാൻ നല്ല കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്ന് സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അറ്റൻഷൻ, മൈൻഡ്ഫുൾനെസ്, മൈൻഡ്ഫുള്ളി ഒരു കാര്യത്തിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 100% കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ഐ മൈ സെൽഫ് വർക്കിംഗ് വിത്ത് ആൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് കോൺസെൻട്രേഷൻ. അപ്പോൾ ഒരു ദിവസമെങ്കിലും എൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ അത് ആ ഒരു മന്തിലെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. മനസ്സിലായി? ഇപ്പോൾ ലീവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഞാൻ പ്രീ പ്ലാൻഡ് ആണ്. അല്ലേ എനിക്കൊരു ഇഷ്യൂ ഹെൽത്ത് വന്നു, ഞാൻ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ മാറി നിൽക്കുകയാണ്. അങ്ങനെയല്ല, ഞാനൊരു ഹാഫ് മൈൻഡ് ജോലി ചെയ്യുന്നിടത്ത് പോയിരുന്നാൽ ഒരു ഹാഫ് മൈൻഡ് ഞാൻ കിച്ചണിൽ കയറിയാൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ കൈ പൊള്ളിച്ചിരിക്കും. സ്ഥിരമായിട്ട് പൊള്ളിക്കാറുണ്ടായിരുന്നു മുൻപ്. അപ്പോൾ പൊള്ളിയ പാട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു വാട്ട് യു ആർ ഡൂയിങ് ഇൻ ടു. ഈ മൊമെൻറ്റിൽ ദോശ ചൂടുവാണെങ്കിൽ ഈ മൊമെൻറ്റിൽ എൻജോയ് വിത്ത് ദാറ്റ്. ഈ മൊമെൻറ്റിൽ ക്യാമറയിൽ നോക്കി സംസാരിക്കുകയാണെങ്കിൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു മൈ സബ്സ്ക്രൈബേഴ്സ്. അല്ലേ? അവർ പറയുന്ന കാര്യങ്ങൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പൂർണ്ണ യോഗിയല്ല. പക്ഷേ യോഗയിൽ മാത്രം തപസ്സനുഷ്ഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. പറഞ്ഞില്ലേ, ലൈഫിലെല്ലാം മാറ്റി വെച്ച് മൈസൂരിൽ പോയി വർഷങ്ങളായിട്ട് 2-3 വർഷമായിട്ട് യോഗയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട് എനിക്ക്. അവരെ മീറ്റ് ചെയ്യാൻ മൈസൂരിൽ ഞാൻ പോയിരുന്നു, കാരണം ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. ജീവിതത്തിലെ എല്ലാ ലൗകിക സുഖങ്ങളും മാറ്റി വെച്ചിട്ട് പുള്ളിക്കാരത്തി എല്ലാ ആർഭാടത്തിലും കൊച്ചിയിലും ബാംഗ്ലൂരിലുമായിട്ട് ജീവിച്ചു വെച്ചിരുന്ന പുള്ളിക്കാരത്തി അതീവ തിരക്കുകളിലും എക്സ്പെൻസീവ് കാറിലും എക്സ്പെൻസീവ് ഫ്ലാറ്റിലും ഒക്കെ താമസിച്ചിരുന്ന പുള്ളിക്കാരത്തി അവിടുത്തെ ഒരു ചെറിയ മുറിയിലാണ് താമസിക്കുന്നത്. അമ്പലത്തിൽ നിന്നും കിട്ടുന്ന ഭക്ഷണമാണ് 3 നേരം കഴിക്കുന്നത്. രാവിലെയും വൈകിട്ടും യോഗ പ്രാക്ടീസ് ചെയ്യും. അവിടുത്തെ ഏതോ റിവേഴ്സിലൊക്കെയാണ് കുളിക്കുന്നതൊക്കെ. ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല. എനിക്ക് ആ എക്സ്പെൻസീവ് ലൈഫിലും ലക്ഷറി ലൈഫിൽ നിന്നും കിട്ടിയതിൽ കൂടുതൽ എന്തോ ഒന്ന് പുള്ളിക്കാരത്തിക്ക് ആ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ സിമ്പിൾ ജീവിതം മൈസൂരിൽ ജീവിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അവിടെ നിന്നൊക്കെ യോഗ എനിക്ക് 18 വയസ്സുള്ളപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ കണ്ടിന്യൂറ്റി ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അവിടെ ചെന്ന് കുറച്ച് യോഗീസിനെ ഇൻ്റർനാഷണൽ, അതായത് എബ്രോഡ് ഫോറിനേഴ്സ് കുറേ പേര് അവിടെ വന്ന് താമസിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരുടെയൊക്കെ ഡെഡിക്കേഷൻ കണ്ടപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്ത യോഗ നമ്മളെന്തുകൊണ്ട് ഇത്രയും ഇപ്പോൾ നരേന്ദ്രമോദി ഭരണത്തിൽ വന്ന ശേഷമാണ് നമ്മളത് ഇൻ്റർനാഷണൽ യോഗ ഡേയും നമ്മൾ സ്കൂളിൽ യോഗാസും ഒക്കെ ആക്കിയത്. അതിന് മുന്നേ നമ്മളിതിനൊന്നും ടേക്ക് കെയർ ചെയ്തില്ല. എന്തുകൊണ്ട് നമ്മളിത് ചെയ്തില്ല? അപ്പോൾ ഒരു ഫോറിനർ, ഫ്രാൻസ് നേറ്റീവും ഒക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി 101% ഡെഡിക്കേറ്റഡ് ആണ്. പുള്ളി യോഗ സ്കൂൾ തുടങ്ങുന്നതിനെ പറ്റിയും ഫ്രാൻസിൽ തിരിച്ച് ചെന്നിട്ട് യോഗ സ്കൂൾ തുടങ്ങുന്നതിനെ പറ്റിയൊക്കെ എന്നോട് സംസാരിച്ചു. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ് നമ്മളെത്ര ബാക്കിലാണ്. ഇവിടെ ജനിച്ച് വളർന്ന് കുറച്ച് നാളല്ലേ നമ്മൾ എബ്രോഡിലൊക്കെ പോയിട്ടുള്ളൂ. അല്ലാതെ ഇവിടെയൊക്കെ തന്നെ ജീവിതം സ്പെൻഡ് ചെയ്ത്, എന്നിട്ട് ഈ പ്രായത്തിനിടയ്ക്ക് തോന്നിയില്ലല്ലോ, അവൾക്ക് തോന്നിയ പോലെ എനിക്ക് തോന്നിയില്ലല്ലോ എന്ന് ഞാൻ റിഗ്രറ്റ് ചെയ്തു ആ മൊമെൻറ്റിൽ. ദാറ്റ് മച്ച് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഫോറിനേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഫുൾ ടൈം യോഗിയല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് പ്ലീസ്. ബോഡിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഒന്ന് ഫ്ലെക്സിബിലിറ്റി. ശരിയാണ്, ഹൈലി ഫ്ലെക്സിബിൾ ആവും. അതായത് പറന്ന് നടക്കാൻ, യാതൊരു ലഹരിയും ഇല്ലാതെ നമുക്ക് പറന്ന് നടക്കാൻ പറ്റും അല്ലേ? മദ്യപിക്കുന്നവരും കഞ്ചാവ് യൂസ് ചെയ്യുന്നവരും ഒക്കെ പറക്കുവാണ് എന്ന് നമ്മൾ കോമഡി ആയിട്ട് പറയാറുണ്ട്. പക്ഷേ യോഗ ആ സ്പിരിറ്റിലെടുത്താൽ നമുക്കതേപോലെ തന്നെ പറന്ന് നടക്കാൻ പറ്റും. പ്ലാങ്ക്, ചെയർ പോസ്, അങ്ങനെയൊക്കെയുള്ള പൊസിഷൻസ് ചെയ്യാവുന്നുണ്ടെങ്കിൽ പ്ലാങ്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഹോൾ ബോഡി നമ്മുടെ ഫിറ്റാവും, മസിൽസ് അങ്ങോട്ട് ഫിറ്റാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, എൻ്റെ കൈയൊക്കെ ഭയങ്കര ലൂസായിരുന്നു. ഭയങ്കര ലൂസെന്ന് പറഞ്ഞാൽ ഭയങ്കര തടിച്ചായിരുന്നു. ഞാൻ 100 കിലോ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാനൊരു 65-70 ആ റേഞ്ച് വന്നപ്പോൾ ഞാൻ ഭയങ്കര ലൂസായിപ്പോയി. അതിനുശേഷം ഇപ്പോൾ മസിൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഭയങ്കരമായിട്ട് പ്ലാങ്ക് പിടിക്കാറുണ്ട്. പിടിച്ച് ഞാൻ കയറ്റിയെടുക്കും എന്ന് തന്നെ വിചാരിച്ചാണ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ
പറ്റും നമുക്ക്. എന്താ പറയുന്നത്, നമുക്ക് സ്ട്രെച്ച് പൊസിഷൻ, പ്ലാങ്ക്, ചെയർ പോസ് അങ്ങനെയുള്ള പൊസിഷനൊക്കെ ചെയ്യാവുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. ഇനി ബാലൻസ്, നമ്മൾ ശിവൻ തപസ് ചെയ്യുന്ന പോലെ ഒറ്റക്കാലിലൊക്കെ നിൽക്കുന്ന പൊസിഷൻസ് ഉണ്ട്. ഫസ്റ്റ് കോബ്ര പൊസിഷനൊക്കെ ഉണ്ട്. കോബ്ര പൊസിഷനൊക്കെ ചെയ്യുമ്പോൾ മറ്റേ ശിവൻ തപസ് ചെയ്യുന്ന പൊസിഷൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബാലൻസ്ഡ് ആവും. എന്തിനാണ് ഈ ഒറ്റക്കാലം നിൽക്കുന്നതെന്ന് കോമഡിയൊക്കെ ഞാനും കൊച്ചിലെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു സിംഗിൾ കാലിൽ നിന്ന് നോക്കണം, നമ്മൾ എത്രമാത്രം നമ്മുടെ ശരീരത്തിനെ ഒരു പോയിന്റിൽ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും എന്നറിയത്തുള്ളൂ. അപ്പോൾ ട്രൈ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് ഒട്ടും സമയം കിട്ടിയില്ലെങ്കിലും ബാലൻസ്ഡ് പൊസിഷൻ ചെയ്യുക, നിങ്ങളുടെ ഒരു ബാലൻസ്ഡ് മൈൻഡ് സെറ്റിനെ ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ് ഈസ് പോസ്ചർ. എല്ലായ്പ്പോഴും ഇരിക്കുമ്പോൾ വളഞ്ഞിരിക്കുക, അങ്ങോട്ട് ചരിഞ്ഞിരിക്കുക, ബസ്സിൽ കയറിയ വല്ലവരുടെയും ദേഹത്തേക്ക് ചാരിയിരിക്കുക, ഇനി മെട്രോയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പിയെ തൂങ്ങി കിടക്കുക, ഇതൊക്കെ നോർമൽ. പക്ഷേ അവനവൻ്റെ പോസ്ചറിൽ അവനവനൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ചെറിയ കോൺഷ്യസ് ഒക്കെ ഉണ്ട്, കാരണം ഞാൻ ഓവർ വെയ്റ്റ് ആണ്, എനിക്ക് ഇച്ചിരി ഫാറ്റൊക്കെ കൂടുതലുണ്ട്, ഞാൻ ഭയങ്കര പോസ്റ്റ്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യണം എന്ന് തോന്നുന്നതിനനുസരിച്ച് എനിക്ക് ആ കോൺഫിഡൻസ് ലെവലും മറ്റൊരാളുടെ മുന്നിൽ എന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസും എനിക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യു പീപ്പിൾ ഓൾസോ ട്രൈ ഫോർ ദാറ്റ്. നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും, നിങ്ങൾക്ക് നിങ്ങളെ മറ്റൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ കാണുന്ന വ്യക്തി നിങ്ങളെയാണ് കാണുന്നത്. പിന്നെ ദ സെക്കൻഡറി, ബോഡി ഈസ് ഓൺലി എ പാർട്ട്. നിങ്ങൾ ടാലൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് തന്നെ നിങ്ങളുടെ അറിവുകൾ കൺവിൻസ് ചെയ്യാം. അതുകൊണ്ട് എക്സ്ട്രാ ഫാറ്റുള്ളവരോ തീരെ മെലിഞ്ഞിട്ടുള്ളവരോ ബോഡി ഷെയിം ഒന്നും വിചാരിക്കേണ്ട. കൺട്രോൾ ഇറ്റ്, മനസ്സിലായോ? പോസ്ചർ നിലനിർത്താൻ എന്നും, അത് പറയുന്ന പോലെ മരണം വരെ നമുക്ക് സാധിച്ചില്ലെന്നിരിക്കാം, എന്നാലും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പോസ്ചർ, ബോഡി ഒരു ക്ഷേത്രം പോലെ കാണണം എന്നൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. ഹിന്ദു മിത്തോളജി ആയതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പള്ളിയോ മോസ്കോ ആയിട്ട് കണ്ടോളൂ, അപ്പോൾ ബുദ്ധക്ഷേത്രമൊക്കെ ആയിട്ട് കണ്ടോളൂ, അപ്പോൾ ആയിട്ട് കാണണം. അപ്പോൾ അതെന്നും നന്നായി ഇരിക്കാൻ എന്നും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. നടന്നാലും ഇല്ലെങ്കിലും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ബ്രെയിനിനെ എങ്ങനെ സ്വാധീനിക്കുന്നത്? ആസ് പെർ ദ ന്യൂറോ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ബുക്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കരമായിട്ട് ലേണിങ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ, നമ്മൾ എന്നും ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. മരിക്കുന്നവരെയും നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. കാരണം പഠിച്ചുകൊണ്ടേ ഇരിക്കണം. ബ്രെയിൻ എല്ലായ്പ്പോഴും നമ്മൾ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പുതിയ ഇൻഫർമേഷൻസ് കൊടുത്താൽ, ഇല്ലെങ്കിൽ ബ്രെയിൻ ഭയങ്കരമായിട്ട് പതുങ്ങിയിരിക്കും. നമ്മൾ ജീവിക്കുന്ന ഒരേ ചുറ്റുപാടിൽ തന്നെ ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ബ്രെയിൻ എപ്പോഴും നമ്മളെ കേപ്പബിൾ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ എപ്പോഴും ബ്രെയിനും ലേണിംഗ് ഫേസിൽ കൂടെ പോയിക്കൊണ്ടേ ഇരിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ്. ഇങ്ങോട്ട് ഫുഡ് നല്ല ബോഡി ഓടൂ, അതേപോലെ എക്സസൈസ് ചെയ്താൽ മാത്രമേ അങ്ങോട്ട് ബ്ലഡ് പമ്പ് ചെയ്യത്തുള്ളൂ, ഇമ്പൾസസ് പമ്പ് ചെയ്യത്തുള്ളൂ. ഫിയർ ആൻഡ് ത്രെറ്റിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം. അൾഷിമേഴ്സൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ, അല്ലേ, അൾഷിമേഴ്സൊക്കെ ഉണ്ടാകുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ പണ്ടൊക്കെ 45 തൊട്ട് അൾഷിമേഴ്സ് വരുമായിരുന്നു, ഇപ്പോൾ 65+. അപ്പോൾ 65+ അല്ല, നമ്മൾ മരിക്കുന്നവരെ നമുക്ക് അൾഷിമേഴ്സ് ഒന്നും ഉണ്ടാവരുത്, മനസ്സിലായി? ഉണ്ടാവരുതെങ്കിൽ വി സ്റ്റാർട്ട് ഇറ്റ് ഫ്രം ദ 18 to 25, 18-നും 25-നും ഇടയ്ക്ക് തന്നെ ഡെയിലി എക്സസൈസ് ഒരു പാർട്ടായിരിക്കണം. എന്തെല്ലാം കാര്യത്തിന് സമയം, ഓവർ തിങ്കിങ്ങിനൊക്കെ ഞാൻ ഡെയിലി ഒരു 3-4 മണിക്കൂർ കളയുന്ന വ്യക്തി ആയിരുന്നു. ഇപ്പം എനിക്ക് സമയമില്ല. അപ്പോൾ എക്സസൈസിന് 1 hour കളയാനില്ലേ? ജിമ്മും യോഗയും കൂടെ എനിക്ക് 1.5 മണിക്കൂറേ സ്പെൻഡ് ആവുന്നുള്ളൂ. ഞാനൊരു വർക്കിംഗ് വുമണാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കൊണ്ട് അത് പറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരെ കൊണ്ടും പറ്റും. വർക്കിംഗ് അല്ലാത്തവരെ കൊണ്ട് ഡെഫിനറ്റ്ലി പറ്റും. സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ കൊണ്ട് പറ്റും. എല്ലാവരെ കൊണ്ടും പറ്റും. യോഗ എങ്ങനെ നിങ്ങളുടെ മൂഡിനെ അഫക്റ്റ് ചെയ്യുന്നു? ഹൗ ഇറ്റ് അഫക്ട്സ് യുവർ മൂഡ്. അതായത് എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള വ്യക്തിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചെറിയ പ്രായത്തിലെ ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈബ്രോയിഡ്സ് ഉള്ളപ്പോൾ നമ്മുടെ കൊച്ചു പ്രായത്തിലൊന്നും നമുക്കിതറിയത്തില്ല. 20-25 എത്തിയപ്പോഴും എനിക്കറിയില്ല. അപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞമ്മ, അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് കുഞ്ഞമ്മയാണ്. ഇവള് ടെററാണ്. കൊച്ചിലെ ഒരു ചീത്തപ്പേരുണ്ട്, ഞാൻ ടെററാണെന്നുള്ളത്. അതായത് കുറച്ച് ഭയങ്കര ദേഷ്യക്കാരാണ്, ആങ്കർ ഇഷ്യൂസ് ഉണ്ടെന്ന്. അപ്പോൾ കുഞ്ഞമ്മയാണ് പറയുന്നത്, ചുമ്മാ അല്ലേ ഇവർക്ക് ടെറർ. അപ്പോൾ കുഞ്ഞമ്മ ഭയങ്കരമായ ആയുർവേദിക് ഇതിൻ്റെ കാര്യമാണ്. അപ്പോൾ കുഞ്ഞമ്മ ഇങ്ങനെ കൊണ്ട് നോക്കുമ്പോഴാണ് എൻ്റെ പീരീഡ്സ് ഒന്നും കറക്റ്റല്ല. അപ്പോൾ കുഞ്ഞമ്മയാണ് ശരിക്കും അതിനൊരു ഇനിഷ്യേഷൻ എടുക്കുന്നത്. കുഞ്ഞമ്മ ആയുർവേദിക് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ സ്കാൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഫൈബ്രോയിഡാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷീ റെക്ടിഫൈഡ്. ശരിക്കും കുഞ്ഞമ്മയാണത് കറക്റ്റ്ലി റെക്ടിഫൈ ചെയ്തത്.
അപ്പോൾ മൂഡ് സ്വിങ്സ് നമ്മുടെ ഹോർമോൺസിനെ എൻ്റെ ചേഞ്ച് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 30 ഡേയ്സും എനിക്ക് 30 മൂഡാണ്, എന്നെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷം മരുന്നെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഡോക്ടർ എന്നെ പ്രൊമോട്ട് ചെയ്തു, ഇറ്റ്സ് യോഗ. അപ്പോൾ യോഗ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പീരീഡ്സ് എല്ലാ 20 to 30 28 ദിവസത്തിനും 30 ദിവസത്തിനും ഇടയ്ക്ക് സംഭവിക്കാൻ തുടങ്ങി. അപ്പം തന്നെ ഞാൻ പകുതി റിലാക്സ്ഡായി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ശരീരം റിലാക്സ്ഡും നമ്മൾ മെൻ്റലി ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് നമ്മളെ കൊണ്ടുള്ള ശല്യം പകുതി കുറഞ്ഞു കിട്ടി. പിന്നെ ഇതൊരു പാർട്ട് ഓഫ് ലൈഫാക്കി മാറ്റിയപ്പോൾ സ്വഭാവയുടെ ഒരു 1 ഇയറൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് പീരീഡ്സ് ആയപ്പോൾ തന്നെ എൻ്റെ പകുതി മൂഡ് സ്വിങ്സും പ്രോബ്ലംസും മാറി. ആര്യ ഒരു ദേഷ്യക്കാരിയാണ് എന്നുള്ള ചീത്തപ്പേര് ഒരു പരിധി വരെ മാറി. അപ്പോൾ അങ്ങനെ ലൈഫ് ഇഷ്യൂസൊക്കെ വേറെ ബാക്കി. അപ്പോൾ എനിക്കത് റെഗുലേറ്റ് ചെയ്യാൻ, അതായത് പൂർണ്ണമായി മാറുക എന്നതിലെപ്പോഴും എനിക്കത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് ആ സമയത്ത് അറിവും ബോധവും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞമ്മ വിൽ ഇനിഷ്യേറ്റ് ഫോർ ദാറ്റ്. നിങ്ങളുടെ എല്ലാ ലൈഫിലും അങ്ങനെ ഒരു കുഞ്ഞമ്മ ഉണ്ടാവട്ടെ അല്ലേ. എനിക്ക് കുഞ്ഞമ്മ ഉണ്ടായിരുന്ന പോലെ എല്ലാ സ്ത്രീകളുടെയും ലൈഫിൽ എസ്പെഷ്യലി, പുരുഷന്മാർക്ക് സപ്പോർട്ട് വേണ്ടെന്നല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യാനും നമ്മുടെ മൂഡ്സ് കൺട്രോൾ ചെയ്യാനും ഈ പറഞ്ഞ യോഗ എന്ന് പറയുന്ന മഹാപ്രതിഭാസത്തിന് പറ്റും. യോഗയെപ്പറ്റി ഞാൻ പറഞ്ഞു കേട്ട മിത്ത്, ഈ തടിയൊന്നും വെച്ചുകൊണ്ട് നിനക്ക് യോഗ ചെയ്യാൻ പറ്റില്ല, വെറുതെയാണ്. ഏത് തടിയിലും 100 കിലോയോ 120 കിലോയോ 160 കിലോ ഉള്ള മനുഷ്യരെ വരെ ഞാൻ ഇവിടെ അമൃതയിൽ ഡയറ്റീഷ്യനെ കാണാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏത് ഇതിലുള്ള എത്ര നിങ്ങൾക്ക് വെയിറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലെക്സിബിലിറ്റി നിങ്ങളുടെ കൂടെ വന്നോളും. പതുക്കെ 1-2 മാസത്തിൽ നിങ്ങളോടൊപ്പം അത് എത്തിയിരിക്കും. യോഗ ചെയ്താൽ എല്ലാ അസുഖങ്ങളും മാറും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ തന്നെ ഒരു അവസ്ഥ പറഞ്ഞു. എനിക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. ഇല്ല, ഞാനത് ഗ്രാജ്വലി അതിന് വർഷങ്ങൾക്ക് ശേഷം ഞാനത് ലക്ഷ്മി ഹോസ്പിറ്റലിൽ റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഗൈനക്കോളജി മാത്രമുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ഞാനത് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം റിമൂവ് ചെയ്താൽ മാത്രമേ പറ്റൂ എന്നുള്ളൊരു സ്റ്റേജ് എത്തി. അപ്പോൾ അതിൻ്റെ വളർച്ച കുറച്ചധികമായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇത് ഒരു കുറച്ച് സമയത്തിന് ശേഷമാണല്ലോ നമ്മൾ യോഗയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ ആയിരുന്നേ ഹോർമോൺസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ പറ്റിയില്ല. അപ്പോൾ നമുക്കിത് റെഗുലേറ്റ് ചെയ്ത് പോകാം എന്നതിനപ്പുറം ഇത് കംപ്ലീറ്റ് അവോയ്ഡൻസ് എന്നുള്ളൊരു സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല. യോഗ എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ചിങ് എക്സസൈസാണ്. അല്ല, എക്സാക്റ്റ് സ്ട്രെച്ചിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയി വലിച്ച് കയറ്റുക തന്നെ ചെയ്യണം. യോഗയുടെ കൂടെ ഞാൻ സ്ട്രെച്ചിങ് മാത്രം ഞാൻ ജിമ്മിൽ ചെയ്യുന്നുണ്ട്. യോഗ എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് അല്ല. എസ്പെഷ്യലി അതൊരു ബ്രീത്ത് കൺട്രോൾ ആൻഡ് മൈൻഡ് കൺട്രോൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ജിമ്മിലാണെങ്കിലും യോഗയിലാണെങ്കിലും കൂടുതൽ പെയിൻഫുൾ ആയി കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ്, കൂടുതൽ പെയിൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ മസിൽ കയറി വരും, അങ്ങനെയൊന്നുമല്ല. പെയിൻ എന്ന് പറയുന്ന ബോഡി എടുക്കുന്ന റിയാക്ഷനാണ്. ഞാൻ ഈ 4 ദിവസം യോഗ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് 4 ദിവസമേ ഉള്ളൂ. ഈ 4 ദിവസം കൊണ്ട് എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട്. അതുകൊണ്ട് 2 ദിവസം റിലാക്സ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെയാണ് എൻ്റെ പ്ലാൻ. കാരണം അതുകൊണ്ട് കൂടുതൽ പെയിൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ചെറിയ ത്രോട്ട് വേദനയൊക്കെ ഉണ്ട്. കാരണം കുറച്ച് ദിവസം ബോഡി അനങ്ങാതിരുന്നിട്ട് വീണ്ടും അതിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് നല്ല പ്രശ്നം ഉണ്ടാവും. പക്ഷേ ജിം ഐ സ്റ്റാർട്ടഡ് ഫോർ 1 month ആക്ച്വലി. പക്ഷേ അത് കുഴപ്പമില്ല. എന്തോ 4 days ആയുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തോ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ പെയിൻ ഉണ്ടെങ്കിൽ കൂടുതൽ മസിൽ വരുമെന്നും പറഞ്ഞ് കൂടുതൽ പ്രയത്നിക്കുകയല്ല, ബോഡിക്ക് വേണ്ട റിലാക്സേഷൻസ് കൊടുക്കുക. യോഗ ഫലം കാണാൻ വർഷങ്ങൾ വേണം. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് മൈസൂർ ഉണ്ടെന്ന് പറയുന്ന പോലെ 3 വർഷമായി. അങ്ങനെയൊന്നുമില്ല. അതൊരു എക്സാക്റ്റ് യോഗിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺസിസ്റ്റൻസി വേണം. ചിലപ്പോൾ വർഷങ്ങൾ, ചിലപ്പോൾ മാസം കൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, മുങ്ങിയും പൊങ്ങിയൊക്കെ ആണെങ്കിലും 18 വയസ്സ് 19 വയസ്സിലേ ഞാനത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ എനിക്കൊരിക്കലും ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഷിഫ്റ്റിങ്ങും മാറ്റവും ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തിലേക്കൊക്കെ മാറി ജീവിക്കേണ്ട സാഹചര്യത്തിലൊന്നും എനിക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലൈഫിന് കുറച്ചായിട്ട് ഒരു 2-3 years ആയിട്ടൊരു കൺസിസ്റ്റൻസി ഒക്കെ കിട്ടി തുടങ്ങിയിട്ട്. അപ്പോൾ കൺസിസ്റ്റൻസിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കൺസിസ്റ്റൻസി ഈസ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഫോർ ദ യോഗ ഇറ്റ് സെൽഫ്, ഫോർ എവറിത്തിങ് യു നീഡ് കൺസിസ്റ്റൻസി. ബിഗിൻ ചെയ്തു പോയിക്കോളൂ. 30 days യോഗ ചെയ്താൽ എന്തൊക്കെയായിരുന്നു? ഞാൻ 21 days ഒരു ക്ലാസ് എടുത്താണ് യോഗ പഠിച്ചത്. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് മാറ്റം? ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിഫ്നെസ്. ഞാൻ ഭയങ്കര ഉറച്ച തടിച്ച് പീരീഡ്സ് റെഗുലറല്ല. 2nd month ഓൺവേർഡ്സ് പീരീഡ്സ് എനിക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റി. സ്റ്റിഫ്നെസ് എനിക്ക് മാറിക്കിട്ടി. കോൺസെൻട്രേഷൻ പവർ എനിക്ക് കൂടി കിട്ടി. ആങ്കർ ഇഷ്യൂസ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. ഇനി ഞാൻ ഈ പറഞ്ഞ പോലൊന്നും ബിഗിനേഴ്സ് ചാടിക്കയറി ചെയ്യരുത്. ബിഗിനേഴ്സ് ചെയ്യേണ്ടത് 5 to 20 minutes ഫസ്റ്റ് ഓഫ് ഓൾ മെഡിറ്റേഷൻ, ജസ്റ്റ് നെക്സ്റ്റ് റിലാക്സേഷൻ, ബ്രീത്തിങ്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ബിഗിനേഴ്സ് ചാടി കയറി ഒന്നും ചെയ്ത് മനസ്സിൽ ഒടുക്കിയിട്ട്
ചേച്ചിയുടെ വീഡിയോ കണ്ടിരുന്നു എന്ന് പറയരുത് പ്ലീസ്. പെയിൻ ഉണ്ടെങ്കിൽ നിർത്തുക. നെക്സ്റ്റ് പ്ലാങ്ക് ഒക്കെ പിടിച്ചിട്ട് കയ്യോ കാലോ ഒക്കെ ഉളുക്കും. അതുകൊണ്ട് പ്ലാങ്ക് ഒരു ദിവസം 1 മിനിറ്റ് എന്നല്ല, 10 സെക്കൻഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. 20 സെക്കൻഡ്, 30 സെക്കൻഡ്, 45 സെക്കൻഡ്, 1 മിനിറ്റ് അങ്ങനെ വരിക. എനിക്കിപ്പോൾ 1 മിനിറ്റ് പിടിക്കാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ ജിമ്മിൽ പോയി ഒന്ന് പിടിച്ച ശേഷമാണ് പ്ലാങ്കൊക്കെ പിടിക്കുക. 1 മന്തിന് ശേഷമാണ് ഞാൻ പ്ലാങ്കൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ മാത്രം ഗ്രാജുവലി വരിക. അല്ലാതെ ഒരു ദിവസമൊക്കെ 1 മിനിറ്റ് പ്ലാങ്ക് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൈക്കൊക്കെ ഉളുക്കൊക്കെ ഉണ്ടാവും, കാല് ബാലൻസ്ഡ് ആവത്തില്ല, ചടപടയെന്ന് പറഞ്ഞ് താഴെ വീഴും. അപ്പോൾ യു പ്ലീസ് ട്രൈ ഫോർ ദാറ്റ്. പിന്നെ മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറെ കാണുക, ഫിസിഷ്യനെ കാണുക. അലോപ്പതി ഡോക്ടേഴ്സ് ഒന്നും ചുമ്മാതിരിക്കുകയല്ല. അവർ 5 വർഷം ചുമ്മാതെ അതിന് ശേഷം MD എടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ചത് ഒന്നും വെറുതെ ഒന്നുമല്ല. ഈ യോഗ ചെയ്തിട്ട് എല്ലാ പ്രപഞ്ചവും നമ്മുടെ കാൽ കീഴിലാക്കുമൊന്നുമല്ല. നമ്മുടെ ഒരു മൈൻഡ്ഫുൾനെസ്, നമ്മുടെ ഒരു റിലാക്സേഷൻ മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വ്യക്തമായ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഫിസിഷ്യനെ തന്നെ കാണുക, ഡോക്ടറെ കാണുക. അതിനുശേഷം മാത്രം പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ വർഷങ്ങളായിട്ട് അനുഭവിച്ചറിഞ്ഞ 2-3 വർഷമായിട്ട് എക്സാക്ട്ലി ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തുടർന്ന് എൻ്റെ വീഡിയോസ് കാണുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.